നമസ്കാരം. പലരും പറയാറുണ്ട്, നമ്മുടെ ഭഗവത്ഗീതയിൽ എല്ലാം വെറും അന്ധവിശ്വാസവും അപക്വവുമായിട്ടുള്ള കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് എന്നും അത് ബ്രാഹ്മണന്മാരുടെ കുത്തക നമ്മളിൽ അടിച്ചു ചേർപ്പിക്കാൻ വേണ്ടിയിട്ട്, ബ്രാഹ്മണാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നും മറ്റും. ഇത് ഈ ഗ്രന്ഥത്തെപ്പറ്റി യാതൊരു അറിവും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള പ്രത്യേകിച്ച് പാശ്ചാത്യര് ഇത് എത്രമാത്രം ഇതിനെ മാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് ഗൂഗിളിൽ കൂടി സെർച്ച് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സാറ് ഈ ഭഗവത്ഗീതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും കാരണം. എന്നോടും അതുകൊണ്ടാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ എടുത്ത് പ്രത്യേകിച്ച് അവതരിപ്പിക്കാനും സാറ് പ്രേരിപ്പിച്ചത്. നമുക്ക് ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകം നോക്കാം. കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചതാണത്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തത് വേദസ വേദവിദ്. ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന വാചകമാണിത്. അർജുന, മുകളിൽ വേരും താഴേക്ക് ശാഖോപശാഖകളുമായിട്ടുള്ള ഒരു വടവൃക്ഷമുണ്ട്. അതിൻ്റെ ഇലകളാണ് വേദത്തിലെ സൂക്തങ്ങൾ അഥവാ ശ്ലോകങ്ങൾ. ഈ വടവൃക്ഷത്തെ അറിയുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ എന്ന്. ഇനി നമുക്ക് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം ഒന്ന് നോക്കാം. തല കീഴായിട്ടിരിക്കുന്ന ഒരു ആൽമരം, അതായത് മുകളിലാണ് അതിൻ്റെ വേരുകൾ. ഈ വേരുകളുടെ ഉപയോഗം എന്താണ്? വൃക്ഷത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ, അതായത് വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് എത്തിക്കുക. ഇതാണ് വേരിൻ്റെ ധർമ്മം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മനുഷ്യ ശരീരവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാം. ഈ മനുഷ്യ ശരീരത്തെ, പ്രത്യേകിച്ച് തലച്ചോറും നാഡീവ്യൂഹവുമായിട്ടുള്ള ഈ ശരീരത്തെ ഒന്ന് നമ്മൾ വിശദീകരിച്ച് അതിൻ്റെ ചിത്രം ഒന്ന് നോക്കിയാൽ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് തലച്ചോറാകുന്ന വേരും കീഴ്പോട്ട് പടർന്ന് പന്തലിച്ച് പോകുന്ന ശാഖോപശാഖകളായിട്ടുള്ള നാഡീവ്യൂഹവും. ഇതാണ് ഭഗവത്ഗീതയിൽ ഈശ്വരൻ പറഞ്ഞിരിക്കുന്ന ഈ തല കീഴായിട്ടുള്ള വടവൃക്ഷം. നമ്മുടെ ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഇതേ രീതിയിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ വേണ്ടത് ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ വടവൃക്ഷത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ശാഖകളാണ് തല കീഴായിട്ട് കീഴ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. തലച്ചോറിൽ നിന്നും താഴേക്ക് വരുന്ന നാഡീവ്യൂഹങ്ങൾ, ഞരമ്പുകൾ ഓരോരോ സ്ഥലത്തേക്കും, കൈകളിലേക്കും കാലുകളിലേക്കും മറ്റും എല്ലാം വ്യാപിച്ച് പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ശാഖകൾ പോലെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി അവയിലെ ഇലകളാണ് വേദത്തിലെ ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് വേദം? എഴുതി വച്ചിരിക്കുന്ന മന്ത്രങ്ങൾ മാത്രമല്ല യഥാർത്ഥത്തിൽ വേദങ്ങൾ എന്ന് പറയുന്നത്. വേദങ്ങൾ എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവിനെ ക്രോഡീകരിച്ച് ശേഖരിച്ച് വച്ചിരിക്കുന്നതാണ് ശ്ലോകങ്ങൾ. അപ്പോൾ ശരീരത്തില് തലച്ചോറിൽ നിന്നും വരുന്ന നാഡീവ്യൂഹത്തിലൂടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ, അതായത് ഒരു വൃക്ഷത്തിൻ്റെ ഇലകളിൽ വച്ചാണ് ആഹാരങ്ങളെല്ലാം പാചകം ചെയ്ത് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെയാണ് ഈ വടവൃക്ഷത്തിലെ ഇലകളും ചെയ്യുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ, ഒരു ആൽവൃക്ഷം എപ്രകാരം ഊർജത്തെ തൻ്റെ വേരിൽ കൂടി വലിച്ചെടുത്ത് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചിട്ട് അവിടെ നിന്നും ഇലകളിൽ കൂടി പാചകം ചെയ്ത് മറ്റ് ശരീരങ്ങളിലേക്ക് എത്തിക്കുന്നുവോ, അതുപോലെ തന്നെയാണ്
മനുഷ്യ ശരീരത്തിലെ വേരുകളാകുന്ന തലച്ചോറിൽ നിന്നും പുറപ്പെട്ട് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുമാകുന്ന ശാഖകളിൽ കൂടി ലഭിക്കുന്ന അറിവുകളെ ശരീരത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പാകത്തിന് അത് വിശദീകരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് ശരീരത്തെ നിലനിർത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തത് വേദസ വേദവിത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഗൂഢാർത്ഥം. ആധുനിക ശാസ്ത്രപരമായിട്ട് നോക്കിയാലും ഇത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് ഒന്ന് മാറി നിന്ന് വീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ്. തലച്ചോറിലാണ് എല്ലാ അറിവുകളെയും ശേഖരിക്കുന്നതും അവിടെ നിന്നും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മുടെ അറിവനുസരിച്ച് പാചകപ്പെടുത്തി എല്ലാ ദിക്കിലേക്കും അതിൻ്റെ പ്രവർത്തനത്തിന് പാകത്തിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ആൽമരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം എന്നും നമ്മൾ കണക്കാക്കിയിട്ട് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തെ മാറി നിന്ന് വീക്ഷിച്ചാൽ എത്ര അത്ഭുതകരമാണ്, അല്ലെങ്കിൽ എത്ര ശാസ്ത്രീയമായിട്ടാണ് ആ 6000-7000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അർജുനനോട് വിശദീകരിച്ച ഈ ശ്ലോകത്തിന്റെ അർത്ഥവും എന്ന് മനസ്സിലാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. നമസ്കാരം.